to read data from. എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത ഡാറ്റ റീഡ് ചെയ്യുന്നത്? Okay, so in the reading process, first the arm moves the head from its present track until it is over the desired track. So നമ്മൾ double click ചെയ്യുമ്പോൾ you need to open a movie or you need to open an installed application where whatever it is. Okay, അത് എവിടെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്നുള്ള ഇൻഫർമേഷൻസ് ഹാർഡ് ഡിസ്കിന്റെ ഒരു റിസർവറിലുണ്ട് വേർ ദ ഡാറ്റ ഈസ്. ഓക്കെ, മെമ്മറി ലുക്കപ്പ് ടേബിൾ എന്നുകൊണ്ട് പറയും. ഓരോ ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആ ഫയലിന്റെ അഡ്രസ് എവിടെയാണ് ആ ഫയൽ ഹാർഡ് ഡിസ്കിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻഫർമേഷൻ ഒരു ലുക്കപ്പ് ടേബിൾ എൻട്രിയിൽ സ്റ്റോർ ചെയ്യും. സെയിം ലൈക്ക് എ ഇൻഡെക്സ് ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. യു വാണ്ട് ടു ഫൈൻഡ് എ പെർട്ടിക്കുലർ പോർഷൻ ഇൻ യുവർ textbook. What are we doing? We will look into the index and find the chapter where it is and find the page number where it is. Then from identifying the chapter and page number, we will immediately look into that. Same way, our operating system will allocate a address for each and every folders and files in your computer hardware or computer what do you say, hard disk. Okay, so ഒരു ട്രാക്ക് ലൊക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ യു ആർ ഡബിൾ ക്ലിക്കിംഗ് സേ എ മൂവി. ഓക്കെ, വാട്ട് ഫസ്റ്റ് ദ ആം മൂവ്സ് ദ ഹെഡ് ഫ്രം ഇറ്റ്സ്. അത് വർക്ക് ചെയ്യുന്നതിന് മുൻപ് അതിന്റെ ഹെഡ് വേറെ ഏതെങ്കിലും പൊസിഷനിലായിരിക്കാം. ബിഫോർ ആപ്ലിക്കേഷൻ എന്താണോ നമ്മൾ ചെയ്ത് നിർത്തിയത് അവിടെ ആയിരിക്കും ആ driving mechanism the head ഇരിക്കുക. So we are working with the opening with a new file or a new data. What the system is doing, hard disk immediately move its arm from the present position to the address pointed by the operating system. ആ ഫയലിന്റെ അഡ്രസ് എവിടെയാണോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൊടുക്കുക ആ അഡ്രസ് മീൻസ് ട്രാക്ക് നമ്പർ ആൻഡ് സെക്ടർ നമ്പർ ആൻഡ് ബ്ലോക്ക് ഡീറ്റെയിൽസ് എക്സെട്ര will be given to the head and the head moves to the corresponding track, not to the correct block. ഏത് ട്രാക്കിലാണോ ഉള്ളതെന്ന് ആദ്യം കണ്ടുപിടിക്കും. ഓക്കെ, സെയിം ലൈക്ക് ടെക്സ്റ്റ് ബുക്ക് ചാപ്റ്റർ നമ്പർ. Same like a textbooks chapter number. So first we will move to the chapter number, then we will move to the chapter's particular session and then page number. Likewise, while we are double clicking that data, for that data, the data or head will be moved to the corresponding track. Corresponding track. Okay, so the time that is required to move from one track to another track is known as seek time. സോ ഹാർഡ് ഡിസ്കിന്റെ ഡ്രൈവ് ആ ലൊക്കേഷൻ ചെന്നിട്ട് വേണം അവിടുത്തെ ഡാറ്റ റീഡ് ചെയ്യാനായിട്ട്. സോ ഏതെങ്കിലും ഒരു പൊസിഷൻ റാൻഡം പൊസിഷനിലായിരിക്കും നമ്മുടെ ഡ്രൈവ് ഇരിക്കുക, ഡ്രൈവിന്റെ ഹെഡ് ഇരിക്കുക. ആ ഹെഡ് പ്രസന്റ് പൊസിഷനിൽ നിന്ന് റിക്വയർഡ് പൊസിഷനിലേക്ക് ഡ്രൈവിന്റെ ഹെഡ് മൂവ് ചെയ്യാൻ എടുക്കുന്ന സമയത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക, സീക്ക് ടൈം. ഓക്കെ, സോ once the head is located over the desired track, so നമ്മൾ say somewhere through the middle of the disk ആണ് നമ്മളുടെ required track എന്ന് വിചാരിക്കുക. സോ ഔട്ടർ റീജിയനിലാണ് ഹെഡ് ഇരുന്നത്. ഔട്ടർ റീജിയനിൽ നിന്ന് ആ മെക്കാനിസം വഴി സ്ലൈഡ് ചെയ്ത് ഹെഡ് നമ്മളുടെ ആവശ്യമായ മിഡിൽ നമ്പറിലെ ഒരു ട്രാക്കിലേക്ക് എത്തുന്നു. Okay, once the head is located over the desired track, the read or write operation must wait for the disk rotate at the beginning of the correct sector. സോ നമ്മള് ഹെഡ് ഇവിടെയാണ് നമ്മൾ ട്രാക്ക് ഇരിക്കുന്നത്. ഹെഡ് മൂവ് ചെയ്ത് ഇവിടെ വന്നു. ഈ ട്രാക്കിൽ സംവെയർ എവിടെയെങ്കിലും ഒരു ലൊക്കേഷനിലായിരിക്കും നമ്മളുടെ സെക്ടറും അതിന്റെ ബ്ലോക്ക് ഇരിക്കുക. സോ ദെൻ വാട്ട് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ ഓപ്പറേഷൻ റീഡ് ഓർ റൈറ്റ് ഓപ്പറേഷൻ ഈസ് ദാറ്റ് ഡിസ്ക് വിൽ റൊട്ടേറ്റ് ഇൻ ടു ദ പൊസിഷൻ നിയർ ടു ദ ഹെഡ്. സോ ആദ്യം ഹെഡ് വരും. ഹെഡിന്റെ പൊസിഷനിലേക്ക് ആ സെക്ടറിന്റെ അഡ്രസ് കണ്ടുപിടിച്ച് ആ ഹെഡ് കറസ്പോണ്ടിങ് ട്രാക്കിലെ സെക്ടർ ആ കറക്റ്റ് ആയിട്ട് ഹെഡിന്റെ ലൊക്കേഷനിൽ വന്നിട്ട് അലൈൻ ചെയ്ത് നിൽക്കും. Okay, you got the points. First, head will move to the record track, then the disk will rotate corresponding to the sector. Sector information അനുസരിച്ച് ആ സെക്ടർ കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ സെക്ടർ ലൊക്കേഷനിലേക്ക് വന്ന് നമ്മളുടെ സെക്ടറും ഹെഡും തമ്മിൽ മാച്ച് ആകും. Okay, so the time for this operation is known as rotational latency or rotational delay or simply latency time. So you have, in accessing the data, you have seek time, that is time taken by your head to move from the initial position of your head to the required track. And then the time will be given for rotating your disk to match to the exact sector. Okay, our time in the latency time. Okay, so our time എന്ന് പറയുന്നത്, suppose this is your track. Okay, using this head is now in the required track. Seek time എടുത്ത് ഇവിടെ എത്തി. Okay, now this track, suppose it is in this sector and the block is starting from here and ending at here. Okay, so e head and this rotational unit assembly can be anywhere on this region. We cannot say exactly where it is after these two processes.
ഹെഡ് മൂവ് ചെയ്തു, ഡിസ്ക് മൂവ് ചെയ്തു, എക്സാക്ട് ഹെഡും കറസ്പോണ്ടിങ് ബ്ലോക്കിന്റെ ഇനീഷ്യൽ ലൊക്കേഷൻ കൂടി നമുക്ക് ആദ്യം മാച്ച് ചെയ്യും. You need to read first bit first. Okay, then to the next bit. So ഈ ഓരോ ബ്ലോക്കിന്റെയും ഇനീഷ്യൽ അഡ്രസ്സിലേക്ക്, ഇനീഷ്യൽ ലൊക്കേഷനിലേക്ക് നമ്മളുടെ ഹെഡിനെ കൊണ്ടുവരണം. സോ നമ്മളുടെ ട്രാക്കിലേക്കും സെക്ടറിലേക്കും വരുമ്പോൾ ഹെഡ് ക്യാൻ ബി എനിവെയർ ഓൺ ദിസ് റീജിയൻ. Okay, so suppose this is the initial address from where your data address is starting. Okay, you need to read the data one by one in this direction. ഓക്കെ, സോ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഈ ഹെഡ് ഇവിടുന്ന് നമ്മൾ ഇനീഷ്യൽ അഡ്രസ്സിലേക്ക് കൊണ്ടുവരണം. സോ അതിന് വേണ്ടിയിട്ട് ആവറേജ് ടൈമാണ് നമ്മൾ എടുക്കുക. സോ ഏറ്റവും സിംപ്ലസ്റ്റ് കേസിൽ വിൽ ബി എക്സാക്ട്ലി ഓൺ ദ ഇനീഷ്യൽ അഡ്രസ്. ഹെഡ് വിൽ ബി എക്സാക്ട്ലി ഓൺ ദ ഇനീഷ്യൽ അഡ്രസ്. നോ നീഡ് ടു മൂവ്. എക്സാക്ട്ലി റാൻഡം ആയിട്ട് മാച്ച് ചെയ്തോ കറക്റ്റ് ആയിട്ട് ഇനീഷ്യൽ അഡ്രസ്, ബ്ലോക്കിന്റെ ഇനീഷ്യൽ അഡ്രസ്സിൽ നമ്മളുടെ ഹെഡ് വന്ന് നിന്നു. ഓക്കെ, സോ ദെൻ ദാറ്റ് ടൈം റിക്വയർഡ് ഫോർ ദാറ്റ് ഓപ്പറേഷൻ ഈസ് 0. It is already address is matching. We don't want to move the adjustment to start reading. So already അവിടെ സെറ്റ് ആയി വന്നതുകൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ആ അസംബ്ലി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. Within 0 time you can start reading. In the extreme case, suppose your head is somewhere here. ഫൈനൽ അഡ്രസ്സിലാണ് നമ്മുടെ ഹെഡ്, ആ സെക്ടറിന്റെ ബ്ലോക്കിന്റെ ഫൈനൽ അഡ്രസ്സിലാണ് ഹെഡ് വന്ന് മാച്ച് ചെയ്തിരിക്കുന്നത്. What you need to do? You need to rotate the disk towards the end of this location, beginning of the block address. So 0 extreme case le, ഏറ്റവും simplest ആയ കേസിൽ 0 time വരും. extreme case le you need to rotate this many distance. Okay, so that distance രണ്ടിനനുസരിച്ചാണ് നമ്മൾ ഒരു ആവറേജ് ടൈം പറയും. Depending on the position of the disk, the latency time is variable. The best case is if its head is just about the and starting address of the sector and the rotational latency is 0, as we discussed. It is matching by default. By what you say, unfortunately it is matching. So the latency time is 0. Otherwise, in the extreme case, the head is just past the beginning of the sector and a full rotation is required to reach the beginning of the sector. So നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ റൊട്ടേഷനിലേക്ക് വരുന്ന കേസിൽ, എക്സ്ട്രീം കേസിൽ ഏറ്റവും അന്റി പോയി നിൽക്കുകയാണ്. വി നീഡ് ടു ടേക്ക് ദ കംപ്ലീറ്റ് റൊട്ടേഷൻ. ആ സെക്ടറിലും അല്ല, വേറൊരു ലൊക്കേഷനിൽ ട്രാക്കിൽ എവിടെയാണ് നമ്മളുടെ ഹെഡ് നിൽക്കുന്നത്. സോ കംപ്ലീറ്റ് റൊട്ടേഷൻ എടുക്കേണ്ടി വരും. സോ ടൈം ടേക്കൺ ഫോർ ദാറ്റ് വൺ റൊട്ടേഷൻ എടുക്കുന്ന സമയം. സോ റൊട്ടേഷൻ എടുക്കുന്ന നമ്മുടെ ഹാർഡ് ഡിസ്കിന്റെ റൊട്ടേഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ എന്താ വിളിക്കുക? റൊട്ടേഷൻസ് പെർ മിനിറ്റ് എന്നാണ്. സ്റ്റാൻഡേർഡ് റൊട്ടേഷൻസ് എത്രയാണ്? 5200 to 15000 RPM ആണ് നമ്മളുടെ റൊട്ടേഷൻസ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു റൊട്ടേഷൻ എടുക്കുന്നത് 50 മിനിറ്റ്സിൽ എടുക്കുന്ന സമയം, അതിൽ നിന്ന് നമുക്ക് ഒരു സെക്കൻഡ്സിൽ എത്ര സമയം എടുക്കുമെന്ന്, ഒരു സെക്കൻഡ്സിൽ അല്ലെങ്കിൽ ഒരു റൊട്ടേഷൻ എത്ര സമയം എടുക്കുമെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 1 by റൊട്ടേഷണൽ സ്പീഡ് ആണ്. ടൈം ഈസ് ഈക്വൽ ടു 1 by റൊട്ടേഷണൽ സ്പീഡ്. സോ ഹെഡും കറക്റ്റ് ബ്ലോക്കിന് ഇനീഷ്യൽ അഡ്രസ്സും മാച്ച് ചെയ്യാൻ എടുക്കുന്ന സമയം ഒന്നുകിൽ 0 ആകാം, അല്ലെങ്കിൽ എക്സ്ട്രീം കേസിൽ 1 by ഓഫ് റൊട്ടേഷണൽ സ്പീഡ് ആകാം, or in between these two extreme ends. ഏത് വേണമെങ്കിലും ആകാം. ഓക്കെ, എക്സാക്ട്ലി മാച്ചിങ് ആകാം, എക്സ്ട്രീം കേസിൽ ഒരു കംപ്ലീറ്റ് റൊട്ടേറ്റ് ചെയ്തതിനു ശേഷം ഹെഡ് മാച്ച് ചെയ്യുന്ന രീതിയിലും ആകാം. സോ ലാറ്റൻസി ടൈം എന്ന് പറയുന്നത് നമ്മൾ അതിന്റെ ഒരു ആവറേജ് ആയിട്ട് എടുക്കും. 0 + 1 by റൊട്ടേഷണൽ സ്പീഡ്, അതിന്റെ പകുതി. Okay, so average latency time is taken as the average of these two extreme cases. 0 ആവുന്നതിന്റെയും മാക്സിമം 1 റൊട്ടേഷൻ എടുത്തിട്ട് അലൈൻ ചെയ്യുന്നതിന്റെയും സമയത്തിന്റെ ആവറേജ് ആണ് ഒരു ലാറ്റൻസി ടൈം ആയിട്ട് ഒരു ഹാർഡ് ഡിസ്കിന് മെൻഷൻ ചെയ്യാൻ, സ്പെസിഫൈ ചെയ്യാം. ഓക്കെ, ഓരോ കേസിലും അത് സിറ്റുവേഷനിൽ ഡിഫറെന്റ് ആയിരിക്കും. Okay, so we have seek time and latency time. What is latency problem may come? Find that latency time. Okay, so they will give you speed in RPM. You need to find the raw latency time using this formula. Average latency is equal to half of 1 by rotational speed. Okay, remember RPM need to convert to RPS before doing this. Okay, so this is about the seek time and latency time. Okay, so this is your desired data. ഇവിടെ ഈ ഡാറ്റയാണ് നമുക്ക് റീഡ് ചെയ്യേണ്ടത്. Okay, so head is somewhere here. സ്റ്റാർട്ടിങ്ങിൽ സംവെയർ ഹിയർ ആയിരുന്നു. സോ ആദ്യം അതിന്റെ ട്രാക്ക്, ആ ബ്ലോക്ക് അല്ലെങ്കിൽ സെക്ടർ ഇൻക്ലൂഡ് ചെയ്യുന്ന കറക്റ്റ് ട്രാക്കിലേക്ക് ആദ്യം ഹെഡ് മൂവ് ചെയ്തു. അതിനെടുത്ത സമയമാണ് സീക്ക് ടൈം. ഓക്കെ, ആഫ്റ്റർ ദെൻ ആ ഡാറ്റ, ഈ ഹെഡ് എന്ന് പറയുന്നത് ഇതാണ് ഇനീഷ്യൽ അഡ്രസ് എങ്കിൽ ഇവിടെ ആകാം, അല്ലെങ്കിൽ ഈ ഇവിടെ ആകാം. ഓക്കെ, സോ ഇവിടെയാണ് ഡാറ്റയുടെ ഇനീഷ്യൽ അഡ്രസ് ഇരിക്കുന്നത്. ഡാറ്റ വന്നിരിക്കുന്നത് എങ്ങനെയാണ്? സോ ഈ ഡാറ്റ ഫുള്ളായിട്ട് കറങ്ങി, ഇമാജിൻ ഇറ്റ് ഈസ്
ഹാർഡ് ഡിസ്ക് ഈസ് റൊട്ടേറ്റിംഗ് ഇൻ ദിസ് ഡയറക്ഷൻ. സോ ഈ ഹെഡിന്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് കറങ്ങി ഇവിടെ വരാൻ എടുക്കുന്ന സമയം. Okay, so latency time, it will be exactly, we cannot predict, it is just defined as the average of these two. So we have the seek time and the latency time. So after this exactly correct block in initial match initiation, same is case for read and write operation, whatever it is. Once a sector is reached, the transfer of data can begin. So seek time and latency time കഴിഞ്ഞതിന് ശേഷം, after allowing this both time, where our operating system will allow, or our hardware system will allow to read data from the hard disk. The time required to transfer the block of data is known as transfer time. So our operating system and CPU is requesting data. Our CPU plus OS is requesting data from the hard disk. Okay, so hard disk is taking this much time, seek time and latency time, just to begin the transition. Okay, once that setting is over, this hard disk starts to read data, process the data, and start to send to the CPU. Understood? So the time required for this transfer operation is called a transfer time. So after computer or a CPU is initialized the request for getting the data, it have taken the seek time, taken the latency time and the transfer time just for getting that data. Okay, so അതാണ് നമ്മുടെ transfer time. So it is defined in terms of the number of sectors on a track. So transition time, transfer time in the definition എന്ന് പറയുന്നത്, transfer time is equal to number of sectors into rotational speed. Suppose your data is distributed among say n number of sectors. ഇത് ഇവിടുന്ന് ഒരു ബ്ലോക്ക്, ഇവിടുന്ന് ഒരു ബ്ലോക്ക്, ഇവിടുന്ന് ഒരു ബ്ലോക്ക്. Sometimes will be in different number of tracks also. One data will be, one file will be distributed among a many number of tracks. So എത്ര സെക്ടർ ഉണ്ടോ അത്രയും സെക്ടറിൽ നിന്ന് നമുക്ക് ഡാറ്റ റീഡ് ചെയ്യണം. ദാറ്റ്സ് വൈ നമ്പർ ഓഫ് സെക്ടേഴ്സ് ഇൻ റൊട്ടേഷണൽ സ്പീഡ്, അതാണ് അതിന്റെ ട്രാൻസ്ഫർ ടൈം, റെസിപ്രോക്കൽ. Okay, so you got these 3 points: seek time, latency time and transfer time. Okay, so for our domestic നമ്മൾ യൂസ് ചെയ്യുന്ന പേഴ്സണൽ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്ന ഹാർഡ് ഡിസ്കിന്റെ transfer time plus latency time plus seek time is in the range of 25 milliseconds. Even though that time is very less, compared to the performance of your computer, the time is too much. Our computer, it is working at a speed of 2.5 gigahertz. Okay, that is equivalent to a timing period of nanoseconds, 0.05 nanoseconds. So our microprocessor or a CPU is capable of operating data, handling data in the nanosecond. Our hard disk is ready only after 25 milliseconds of time on an average. That's why our hard disk is not capable of loading our application software for running time, during the running time. അതുകൊണ്ടാണ് നമ്മൾ റണ്ണിങ് ടൈമിൽ റാം തന്നെ വേണം. ഈ കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യുന്ന അതേ സ്പീഡിൽ, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് അതേ സ്പീഡിൽ തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്ന, ഡാറ്റ ഇഷ്യൂ ചെയ്യുന്ന റാം തന്നെ വേണം നമ്മളുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്. ഓക്കെ, ദാറ്റ്സ് വൈ അതുകൊണ്ടാണ് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരിക്കലും ആപ്ലിക്കേഷൻസിനെ ഹാർഡ് ഡിസ്കിൽ നിന്ന് റൺ ചെയ്യാനായിട്ട് അനുവദിക്കാത്തത്. ഓക്കെ, so we discussed. Now ഈ ഓരോ ബ്ലോക്കിലെയും ഡാറ്റ ഹാർഡ് ഡിസ്കിലേക്ക് നമ്മൾ ഓരോ സെക്ടറിലും ഓരോ ട്രാക്കിലും നമ്മൾ റൈറ്റ് ചെയ്യുന്ന ഡാറ്റ, അതിന്റെ ബ്ലോക്ക് എന്ന് പറഞ്ഞു. ഓരോ ബ്ലോക്കിൽ എന്താണ് ഇൻഫർമേഷൻസ് ഉള്ളത്? സോ ബ്ലോക്കിലെ ഡാറ്റ എന്ന് പറയുന്നത് ഓരോ സെക്ടറിലും ഓരോ ട്രാക്കിലും നമുക്ക് 1 ബ്ലോക്ക് ഡാറ്റ വെച്ചുകൊണ്ട് ഇമാജിൻ കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ വർക്ക് ചെയ്യുന്നതാണ്, നോർമൽ കൺവെൻഷണൽ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, കേസ് ഈസ് സെയിം ഫോർ ഓൾ വാട്ട് എവർ ഇറ്റ് ഈസ്. സോ ആ റൈറ്റ് ചെയ്യുന്ന ഡാറ്റയ്ക്ക് 2 പാർട്ട് ഉണ്ടായിരിക്കും. Between 2 blocks there will be some gaps, small gap will be given, operating system will give. രണ്ടും തമ്മിൽ കൊളാപ്സ് ആയിട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, ഡാറ്റ മിക്സ് ചെയ്ത് പോകാതിരിക്കാനായിട്ട് 2 ട്രാക്ക്, 2 സെക്ടറിലെ 2 ട്രാക്കിലെ 2 ബ്ലോക്കുകൾ തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഫ്രീ ആയിട്ട് അവിടുത്തെ മീൻസ് അവർ നമ്മൾ ആ മെമ്മറിയെ ഒന്നിനും യൂസ് ചെയ്യുന്നില്ല, ഫ്രീ മെമ്മറി. ഓക്കെ, സോ അതാണ് നമ്മളിവിടെ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും ഒരു ഗ്യാപ്പ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. Okay, now after the gap we will start our block of data. Our block will be having 2 data. One data is header and another data is our required data. എന്താണോ അവിടെ റൈറ്റ് ചെയ്യാൻ പോകുന്ന ഡാറ്റ, അല്ലെങ്കിൽ എന്താണോ അവിടെ റൈറ്റ് ചെയ്തിരിക്കുന്ന ഡാറ്റ, വാട്ട് എവർ ഇറ്റ് ഈസ്. ഒരു ബ്ലോക്കിലെ 2 പാർട്ട് അല്ലെങ്കിൽ 2 റീജിയൻസ് ഉണ്ടായിരിക്കും. ഒരെണ്ണം ഹെഡർ, ഒരെണ്ണം
what you call that our data. That data will be written in the form of binaries, ones and zeros. Okay, 8 ബിറ്റ് കൂടുമ്പോൾ ഒരു ബൈനറി ഒരു ബൈറ്റ് എന്ന് പറയും. അങ്ങനെ കുറേ ബൈറ്റുകളായിരിക്കും, 512 ബൈറ്റ്സ് ആയിരിക്കും. കുറച്ച് ബൈറ്റ്സ് നമ്മൾ ഹെഡറിന് വേണ്ടി റിസർവ് ചെയ്യും. ഓക്കെ, സോ അറൌണ്ട് 500 ബൈറ്റ്സ് ആയിരിക്കും ഒരു സെക്ടറിലെ ഒരു ട്രാക്കില് ഒരു ബ്ലോക്കിൽ നമ്മൾ റൈറ്റ് ചെയ്യുന്ന ഡാറ്റ. ഡെഫിനറ്റ്ലി ഓരോ ബ്ലോക്കിലും നമ്മൾ എന്ത് റൈറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ത് റൈറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, ഒരു ഹെഡറിനെ റൈറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ദെൻ വാട്ട് ഈസ് ദ നീഡ് ഫോർ ദിസ് ഹെഡർ? എന്തിനാണ് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മെമ്മറിയിൽ നമ്മളിങ്ങനെ ഗ്യാപ്പ് കൊടുക്കുന്നതും ഹെഡർ കൊടുക്കുന്നതിൻ്റെയും ആവശ്യം? Okay, so the block consists of a header, 512 bytes of data, and a footer. At the extreme here also you have some data that's called a footer. So എന്തൊക്കെയുണ്ട് ട്രാക്കിൽ? ഓരോ സെക്ടറിലും ഓരോ ബ്ലോക്ക് ഉണ്ട്. ഓരോ ബ്ലോക്കുകൾക്കിടയ്ക്ക് നമ്മൾ ഗ്യാപ്പ് ഉണ്ട്. ദെൻ ബ്ലോക്ക് തുടങ്ങുമ്പോൾ ആദ്യം ഹെഡർ ഉണ്ട്, പിന്നെ ഡാറ്റ, പിന്നെ ഫൂട്ടർ. Okay, so some base of it, base memory is there. It is necessary, insufficient. അത് ചെയ്തേ പറ്റൂ. എന്തിനാണ്? So the inter-block gap separates the block from neighboring blocks. Other definition നമുക്ക് ക്ലിയർ ആണ്. ഒരു ബ്ലോക്കിന്റെ ഡാറ്റ റീഡ് ചെയ്യുന്നത് ഇറ്റ് ഈസ് അറ്റ് എ വെരി ഹൈ സ്പീഡ്, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഈ ഡാറ്റ പോകുന്നത് ഹെഡിന് അറിഞ്ഞുകൂടാ ഏത് ബ്ലോക്കിൽ നിന്നുള്ളതാണ്. ഇറ്റ് ഈസ് ജസ്റ്റ് റീഡിങ് വൺസ് ആൻഡ് സീറോസ് ഇൻ ദ സെയിം ഓർഡർ. ഓക്കെ, ഏത് ഇറസ്പെക്റ്റീവ് ഓഫ് ഫ്രം വിച്ച് ബ്ലോക്ക് ഇറ്റ് ഈസ്, ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈവൻ ഫ്രം ദ header and a footer it is reading the data. ഹെഡറിലുള്ളതും വൺസ് ആൻഡ് സീറോസ് ആണ്, ഡാറ്റയിലുള്ളതും വൺസ് ആൻഡ് സീറോസ് ആണ്, ഫൂട്ടറിലുള്ളതും വൺസ് ആൻഡ് സീറോസ് ആണ്. സോ when it is coming to the CPU or to the bus, it is not knowing what the data, ഏതാണ് ഡാറ്റ, which one is the data, which one is header, which one is footer, അറിഞ്ഞൂടാ. Okay, it's continuously it is in read operation. Okay, so that block, ഒരു ബ്ലോക്ക് വരുമ്പോൾ ഡാറ്റ ഇല്ലാതെ വരുമ്പോൾ സോഫ്റ്റ്വെയർ അസോസിയേറ്റഡ് സോഫ്റ്റ്വെയർ മനസ്സിലാകും ഒരു ബ്ലോക്ക് ഡാറ്റ കഴിഞ്ഞു. We are starting with the new block data. Okay, so gap is very clear. So the track positions, blocks and header must be established before the disk can be used. നമ്മൾ പറഞ്ഞു ഓരോ ഫയലും അല്ലെങ്കിൽ ഓരോ ഫോൾഡറും നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് റിസർവിംഗ് ഇറ്റ്സ് അഡ്രസ് ഇൻ സം മെമ്മറി ലൊക്കേഷൻസ് കോൾഡ് ലുക്കപ്പ് ടേബിൾ. ഓരോ പ്രാവശ്യം നമ്മൾ ഫയൽ ക്രിയേറ്റ് ചെയ്യുമ്പോഴും അത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചെയ്യുന്നുണ്ട്. സോ എവിടെയാണ് ഡാറ്റ റൈറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിന്റെ ട്രാക്ക് ഇൻഫർമേഷനും സെക്ടർ ഇൻഫർമേഷനും ബ്ലോക്ക് ഇൻഫർമേഷനും നമ്മൾ ഓരോ ബ്ലോക്കിലും കൊടുക്കും. ദിസ് ഈസ് ബിലോങ്സ് ടു ദിസ് സെക്ടർ, ദിസ് ട്രാക്ക്. സോ ഹെഡർ എന്ന് പറയുന്നത് ആ ഹെഡറിന് ശേഷം വരുന്ന ബ്ലോക്ക് ഓഫ് ഡേറ്റയുടെ ഡീറ്റെയിൽസ് ആണ്, അഡ്രസ് ആണ്. ബിലോങ്സ് ടു വിച്ച് സെക്ടർ, ബിലോങ്സ് ടു വിച്ച് ട്രാക്ക്. Understood? So address information ആണ് നമ്മൾ ഹെഡറിൽ കൊടുക്കുക. The process to do this known as formatting the disk. സോ നമ്മൾ മൈക്രോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വാങ്ങിച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്ത് ആ ഇൻസ്റ്റലേഷൻ പ്രോസസ്സിലെ ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണ് നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓട്ടോമാറ്റിക് ആയിട്ട് അതിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഹാർഡ് ഡിസ്കിനെ ഫോർമാറ്റ് ചെയ്തിരിക്കും. ഓരോ സെക്ടറിലും അത് അനലൈസ് ചെയ്തിട്ട് ഓരോ സെക്ടറിനെ എടുത്ത് ഓരോ സെക്ടറിൻ്റെയും ബ്ലോക്കിലെ ആദ്യത്തെ ലൊക്കേഷനിലെ അതിൻ്റെ ഹെഡർ ഇൻഫർമേഷൻ, അഡ്രസ് ഇൻഫർമേഷൻ അവിടെ റൈറ്റ് ചെയ്തിരിക്കും. ഓക്കെ, സോ നമ്മൾ ഡാറ്റ ഫയൽ കോപ്പി ചെയ്യുന്ന സമയത്തല്ല ഇത് ഡാറ്റ റൈറ്റ് ചെയ്യുന്നത്. ഓരോ സെക്ടറിന്റെയും ഓരോ ട്രാക്കിലും വന്നിട്ട് ഇനീഷ്യൽ ലൊക്കേഷനിൽ ആ ട്രാക്കിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷനും അവിടെ റൈറ്റ് ചെയ്ത് വെക്കും. ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ന് വിളിക്കുക ഫോർമാറ്റിംഗ് ദ ഡിസ്ക്. Formatting the disk. So it will do in the beginning. എല്ലാ പ്രാവശ്യം ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. Once you install your device, that operating system will do that. Otherwise you can do it forcefully, format the device. Formatting സമയത്ത് നടക്കുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഹാർഡ് ഡിസ്കിനെ റേസ് ചെയ്ത് കളയും. Then new partitions will be generated and new address and everything will be new. A fresh system will be started over. Okay, since the header identifier must be a unique pattern of ones and zeros, the data being stored must be checked by the disk controller to assure that the data pattern does not accidentally match the header identifier. Okay, so അത് നമ്മൾ അതിൻ്റെ അസോസിയേറ്റഡ് സോഫ്റ്റ്വെയർ റെസ്പോൺസിബിലിറ്റി ആണ്. റീഡ് ചെയ്യുന്ന ഹെഡർ ഡാറ്റ അതെല്ലാത്തിലും ഒരു യുണീക്ക് ആയിട്ടുള്ള ഡാറ്റ ഉണ്ടായിരിക്കും, അഡ്രസ്സും ഉണ്ടായിരിക്കും. സോ ഹെഡർ പാർട്ടിൽ എന്തൊക്കെയുണ്ട്? യുണീക്ക് ഡാറ്റയുണ്ട്, എല്ലാത്തിനും കോൺസ്റ്റന്റ് സെയിം ഡാറ്റ, അത് OS റിസർവ് ചെയ്യുന്നതാണ്. 1010101010 same pattern 1010101010. Okay, that's called a unique identifier. After then address. Okay, so that is header information. Then other informations on that header are sync, mark, ID, then error correction, gap, sync, mark, etc. So there are some mechanism called error correction. So നമ്മളുടെ ഹാർഡ് ഡിസ്ക്
due to some mechanical failure or mechanical ആയിട്ടുള്ള എന്തെങ്കിലും ഡിസ്റ്റർബൻസ് കൊണ്ട് ഹാർഡ് ഡിസ്ക് ഫെയിലിയർ ആകാൻ സാധ്യതയുണ്ട്. We have written some data 1110 1110 0011 something like that. ആ ബൈനറി 512 ബൈറ്റ്സിന്റെ ബൈനറിയുടെ സീക്വൻസ് അനുസരിച്ച് our operating system will find some correction codes. Okay, അതിനെ error correction code എന്ന് പറയും, ERC. Okay, so that may be like number of ones in the data, number of zeros in the data. Some algorithm will be operating on finding to find out that code, ERC code അല്ലെങ്കിൽ CRC code എന്നുള്ളത്, cyclic redundancy check or error correction code. ഇങ്ങനെ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഇൻഫർമേഷൻസ് എല്ലാം ഓരോ ബ്ലോക്കിലേക്കും റൈറ്റ് ചെയ്തിരിക്കുന്ന ഡേറ്റയ്ക്ക് അനുസരിച്ച് വ്യത്യാസമായിരിക്കും. ഓക്കെ, ഈ ഡാറ്റ നമ്മളുടെ ഫൂട്ടറിൽ കൊണ്ടുവന്ന് ലോഡ് ചെയ്യും. ഓക്കെ, സോ ആ ഡാറ്റ റീഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ വച്ചിരിക്കുന്ന 512 ബൈറ്റ്സ് ഓഫ് ഡാറ്റയിലെ 512 × 8 അത്രയും ബിറ്റ്സ് ഉണ്ട്. ഓക്കെ, ആ ബിറ്റ്സിൽ നിന്ന് റീഡ് ചെയ്യുന്ന ഡാറ്റയും ആ റൈറ്റ് ചെയ്തപ്പോൾ ഡേറ്റ നമ്മൾ കൊടുത്ത ഡാറ്റ 50% വൺസും 50% സീറോസുമാണ്. റീഡ് ചെയ്തപ്പോൾ 60% വൺസും 40% സീറോസേ ഉള്ളൂ ടോട്ടൽ നമ്പർ. അതിന്റെ അർത്ഥം എന്താണ്? ഡാറ്റ ഈസ് കറപ്റ്റഡ്. ഡാറ്റ ഈസ് കറപ്റ്റഡ്. റൈറ്റ് ചെയ്തപ്പോൾ 1010 കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 50% വൺസും 50% സീറോസും ആയിരുന്നു. അപ്പോൾ ലേറ്റർ ടൈമിൽ കമ്പ്യൂട്ടർ അവിടുന്ന് റീഡ് ചെയ്തപ്പോൾ ഹാർഡ് ഡിസ്ക് റിസ്യൂ ചെയ്ത ഡാറ്റ അല്ലെങ്കിൽ നമ്മുടെ സെൻസർ റീഡ് ചെയ്ത ഡാറ്റ എന്ന് പറയുന്നത് 60% വൺസും അതിനകത്ത് 40% സീറോസും ഉള്ളൂ. ഇറ്റ് ഈസ് കറപ്റ്റഡ്. സോ ആ കറപ്റ്റ് ചെയ്ത ഡാറ്റയെ കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ നമ്മുടെ ഹാർഡ് ഡിസ്കിന് അതിൻ്റെതായ കറക്ഷൻ മെക്കാനിസം, അതിൻ്റെ സോഫ്റ്റ്വെയർ കാര്യങ്ങളൊക്കെ മദർ ബോർഡിൽ ഉണ്ടാവും, അതിൻ്റെ കറക്ഷൻ കോഡ് അതിനുണ്ടാവും. സോ ആ കറപ്റ്റഡ് ആയ ഡേറ്റയെ കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ കമ്പ്യൂട്ടർ ഒന്ന് ശ്രമിക്കും. Okay, if possible, it will try to correct with that error correction codes. So, ഈ error correction codes CRC checking details അങ്ങനെ എല്ലാ ഉള്ള ഡീറ്റെയിൽസും നമ്മൾ ഹെഡറിലും ഫൂട്ടറിലും ലോഡ് ചെയ്ത് വെക്കും. That is the need for header and footer in hard disk. Understood? For a read operation, then transfer data from the disk to a buffer. So hard disk നിന്ന് data നേരിട്ട് CPU ലേക്ക് പോവില്ല. Instead, data will be stored in or kept in a buffer. From the buffer, our driver will send data to the CPU. Okay, so that is how this data works. So from the buffer, data is transferred to the conventional memory using DMA. നമ്മൾ അടുത്ത സെക്ഷനിൽ പഠിക്കാനുള്ളതാണ് DMA. It's called a direct memory access. Direct memory access. You don't want to involve your CPU for doing this data transfer. CPU എന്ന് പറയുന്നത് it is capable of doing very important task. Data transfer is not that important task. Okay, so DMA ഉപയോഗിച്ച് നമുക്ക് കമ്പ്യൂട്ടറിന്റെ CPU ഇൻവോൾവ് ചെയ്യിക്കാതെ നമ്മൾക്ക് ഡാറ്റയെ ഹാർഡ് ഡിസ്കിൽ നിന്ന് മെമ്മറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. Okay, so from the buffer it will DMA unit and other hardware plus software setup will manage this transfer of data to the desired location, to the desired memory. So that is what is happening in the hard disk operation. Understood? Any doubt? Okay, now you need to do a self study. Arrays, disk arrays. Okay, so you need to study same textbook what I mentioned in the read out same textbook you can refer to and find out. Not that important, but may question may come. Okay, array is array number of disk together all together and managing mechanism. Now SSD നമുക്കറിയാം, it is very small topic, we'll cover in 2-3 minutes. Solid state drives. Okay, so VLSI technology manufactured instead of previously നമ്മൾ ഡിസ്കസ് ചെയ്ത യൂണിറ്റ്സ് എന്തായിരുന്നു? It is HDD, hard disk. എന്തായിരുന്നു? What is the working principle? It is working on the മാഗ്നറ്റിസം വെച്ചിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. മാഗ്നറ്റിക് മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഡാറ്റ അവിടെ റീഡ് ചെയ്യുന്നതും ഡാറ്റ റൈറ്റ് ചെയ്യുന്നതും. നൗ ഹിയർ we are familiar with this device, solid state drives, solid state SSD ഉള്ള ലാപ്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ് ആണ് നമ്മൾ ഇപ്പോൾ പർച്ചേസ് ചെയ്യുന്നത്. Okay, so it is differ in both construction wise, okay, and operation also different. So solid state drives is a type of non-volatile storage device that stores data using flash memory instead of magnetic property ക്ക് പകരം semiconductor technology ഉപയോഗിച്ചിട്ടുള്ള മെമ്മറിയാണ് നമ്മൾ SSD യൂസ് ചെയ്യുന്നത്. Unlike traditional hard disk, SSDs have no moving parts, making them more durable and efficient. So in your hard disk there are some moving parts. Okay, so header,
then cylinder itself is revolving throughout its lifespan. Okay, all വർക്ക് ചെയ്യുമ്പോഴൊക്കെ അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇറ്റ്സ് നോട്ട് ഇൻ റെസ്റ്റ് എനി ടൈം. ഒരു റെസ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഓൾവേസ് ഇറ്റ് ഈസ് ഇൻ ദ റൊട്ടേഷണൽ മോഷൻ ആൻഡ് ദ ഹെഡ് ഓൾസോ മൂവിങ് inwards and outwards. Okay, so during that each and every bits data operations is coming with the some rotational and mechanical and translational motion inside your hard disk. That is not the case in SSDs. There is no such moving part. SSDs offer high speed, lower power consumptions and a greater resistance to physical shock compared to HDDs. We know it is HDD column better performance ആണ് നമ്മൾക്ക് SSD ഹാർഡ് ഡിസ്കിൽ നിന്ന് കിട്ടുക. So flash memory ആണ്. Flash memory is like memory configured in the form of like NAND technology, CMOS technology എന്നൊക്കെ പറയുന്ന ടെക്നോളജീസ് ഉണ്ട്. വെരി ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ അതിലൊക്കെ വരുന്നതാണ്. ഒക്കെ അത് ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ഈ മെമ്മറിയെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. സോ SSDs stores data using NAND flash technology. It's a technology. Try being used to understand like that, which retain data even when power is turned off. No mechanical components. Fast data access, speed of accessing data. There is no seek time. There is no latency time. Only the transfer time. Only the transfer. In a second, in a flash, that's why it's called a flash. In a flash, like your camera flash, olden cameras flash. Okay, with that flash, that camera is able to capture all that field. പണ്ടത്തെ ക്യാമറ ഫിലിമിൽ വർക്ക് ചെയ്യുന്ന ക്യാമറ ആ ഫ്ലാഷിൽ തന്നെ അതിന്റെ സ്ക്രീൻ സീനിൽ എന്തൊക്കെയുണ്ടോ അതിനെല്ലാം ക്യാപ്ചർ ചെയ്യും. അതുപോലെ ഇൻ ദാറ്റ് ഫ്ലാഷ് ലൈക്ക് ഓപ്പറേഷൻ our SSD will read the entire data, not a bit by bit. That's why it's called a flash. Okay, so it's a faster access. Advantages, I'm not just reading, it is in the we already discussed. Features, advantages and disadvantages already we cover it, and just a comparisons between SSD and hard disk, just you can refer to. Then optical drive തന്നെ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒപ്റ്റിക്കൽ ഡ്രൈവ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലൈക്ക് എ റേ ഓപ്റ്റിക്സ് ലൈറ്റ് ആൻഡ് ലേസർ ടെക്നോളജി വെച്ച് വർക്ക് ചെയ്യുന്ന ഡ്രൈവ്സ് ആണ് ഒപ്റ്റിക്കൽ ഡ്രൈവ്സ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ഓൾസോ ലൈക്ക് മാഗ്നറ്റിക് സ്റ്റോറേജ് ആണ്. റൊട്ടേഷണൽ ആയിട്ടുള്ള ഒരു ഹെഡ് ഒരു ഡ്രൈവ് ഉണ്ടായിരിക്കും. ദെൻ ഒരു ഡിസ്ക് ഉണ്ടായിരിക്കും. ആ ഡിസ്കിന്റെ അകത്ത് ഒരു ഒപ്റ്റിക് പ്രോപ്പർട്ടീസ് ഉള്ള ഒരു കോട്ടിംഗ് ഉണ്ടായിരിക്കും. Okay, so most probably it is working using the laser technology. Understood? So CDs, DVDs and Blu-ray disc are coming under these optical memories. Characteristics are portable ana, you can transport here and there, and large storage capacity ana 50 GB of hard disk, Blu-ray disc okay available ana. Durability, lifespan kodalana. CD-ROM data stores is similar to that of a magnetic disk. നമ്മൾ ഹാർഡ് ഡിസ്കിൽ HDD പഠിച്ച അതേ ടെക്നിക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ CD ഡ്രൈവിൽ അല്ലെങ്കിൽ DVD അല്ലെങ്കിൽ ബ്ലൂറേ ഡിസ്കിൽ ഒക്കെ ഡാറ്റ സ്റ്റോർ ചെയ്യും. ഡാറ്റ റൈറ്റ് ചെയ്യുന്ന റീഡ് ചെയ്യുന്നതും ഹാർഡ് ഡിസ്കിൽ ഉള്ളതുപോലെയാണ്. ബട്ട് there is a slight difference. So data is stored in blocks on the disk. ഹാർഡ് ഡിസ്കിലും ബ്ലോക്സ് ആയിരുന്നു, ഇവിടെയും നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് ബ്ലോക്ക് ആയിട്ടാണ്. While data is, that is the difference. Data is stored in concentric tracks in magnetic disk. Data on a CD-ROM is stored on a single track, approximately 3 miles long, which spiral from the inside of the disk to the outside. So we have seen in the hard disk, you have that long radial disk. And each tracks ഓരോന്നിനും ഓരോരോ സർക്കുലർ പാത്ത് ആയിരുന്നു നമ്മുടെ ട്രാക്ക് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് നോട്ട് ദ കേസ് ഇൻ ദ CD. ഇറ്റ് ഈസ് ലൈക്ക് എ ട്രാക്ക്, ബട്ട് ദ ട്രാക്സ് ആർ ലൈക്ക് എ സ്പൈറൽ. ഇറ്റ്സ് എ സിംഗിൾ ട്രാക്ക് ലൈക്ക് എ സ്പൈറൽ സ്ട്രക്ചർ. ഓക്കെ, ഓരോന്നിനും ഓരോ ട്രാക്ക് അല്ല. നോ നീഡ് ടു മാനേജ് ദ ട്രാക്ക് അഡ്രസ്. Okay, so we just spiral from the inside of the disk to the outside. This is what. Okay, so this is a track starting from the center and radially moving outwards. And the same like in the hard disk, you have small blocks of data. Okay, then ഓരോ ബ്ലോക്കിലും this data സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 3 കോൺസെപ്റ്റ് ഉണ്ട്. മിനിറ്റ്,
സെക്കൻഡ്സ് ആൻഡ് സെക്ടർ. സോ കൺസെപ്ച്വലി ആദ്യമായിട്ട് ഈ ഹാർഡ് ഡിസ്ക് ഒപ്റ്റിക് ഡിസ്ക് സി ഡി കൊണ്ടുവന്ന അതിന്റെ ആശയം എന്ന് പറയുന്നത് ടു സ്റ്റോഴ്സ് ഓഡിയോ ഡേറ്റ സ്റ്റോർ ചെയ്യുക എന്നുള്ളതിന് വേണ്ടിയിട്ട് എസ്പെഷ്യലി അതിന് ആദ്യമായിട്ട് റിസർച്ച് ഐഡിയ വന്നത് ഹ്യൂജ് ഓഡിയോ ഡേറ്റയെ സ്റ്റോർ ചെയ്യാനുള്ള ഒരു മീഡിയം അതിന് വേണ്ടിയിട്ടായിരുന്നു ഈ സി ഡി ഡ്രോം ആദ്യമായിട്ട് അല്ലെങ്കിൽ അവർ റിസർച്ച് സ്റ്റാർട്ട് ചെയ്തു. സോ ആ സ്റ്റാർട്ട് ചെയ്തപ്പോൾ സി ഡി അല്ലെങ്കിൽ ഓഡിയോ ഡേറ്റയുടെ ഇൻഫർമേഷൻസ് സെക്കൻഡ്സ് മിനിറ്റ്സ് ആയിട്ടായിരുന്നു ആ ഓഡിയോ ഡേറ്റയെ സ്റ്റോർ ചെയ്തത്. സോ അതുകൊണ്ട് സെയിം സ്റ്റാൻഡേർഡ് തന്നെ ഫോളോ ചെയ്യുന്നതേ ഉള്ളൂ. അഡ്രസ്സിനെ വിളിക്കുന്നത് മിനിറ്റ്സ് ആൻഡ് സെക്കൻഡ്സ് ആൻഡ് സെക്ടർ എന്നാണ്. ഓക്കെ, സോ ആദ്യത്തെ ലൊക്കേഷൻ 0 മിനിറ്റ് 0 സെക്കൻഡ്സ് ആൻഡ് 0 സെക്ടർ. ഓക്കെ, ദെൻ കുറച്ച് കഴിയുമ്പോൾ 0 മിനിറ്റ് തന്നെ 1 സെക്കൻഡ്, ദെൻ 1 സെക്കൻഡിൽ തന്നെ കുറെ സെക്ടേഴ്സ്. സോ അഡ്രസ്സ് പോകുന്നത് കോമ്പാക്ട് ഡിസ്കിന്റെ അഡ്രസ്സ് പോകുന്നത്, ഇമാജിൻ ദിസ് സ്പൈറൽ ഈസ് എ ലോങ് റോഡ് ലൈക്ക് ദിസ്. ഓക്കെ, ദിസ് ഈസ് ദ സെന്റർ ആൻഡ് ദിസ് നമ്മളിങ്ങനെ വളച്ചു വെക്കുന്നതിന് പകരം സ്ട്രൈറ്റ് ആയിട്ട് വെച്ചു എന്ന് വിചാരിക്കാം. ഓക്കെ, ദെൻ ഈച്ച് ഈസ് ഡിവൈഡഡ് ഇൻ ടു ഡിഫറെന്റ് മിനിറ്റ്സ്. ഓരോരോ പാർട്ടിനെ ഓരോരോ മിനിറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, ദെൻ ഓരോ മിനിറ്റിനെയും 60 സെക്കൻഡ് നമ്മുടെ കൺവെൻഷണൽ ആയിട്ടുള്ള 60 സെക്കൻഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. സോ മിനിറ്റ് 1 0 സെക്കൻഡ്, 1 second, 2 second, and 59 seconds. Then minute 2 0 seconds to 59 seconds, like that. Okay. Now in each seconds you have a term called a sector or a block. Sector. Okay. So ഈ സെക്ടർ തന്നെ ഇതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സെക്ടറിന് BCD എന്ന് പറയുന്ന അഡ്രസ് ആണ് യൂസ് ചെയ്യുക. BCD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈനറി കോഡഡ് ഡെസിമൽ. BCD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈനറി കോഡഡ് ഡെസിമൽ. ബൈനറി കോഡഡ് ഡെസിമൽ ഉപയോഗിക്കുന്നത് 4 ബിറ്റ് ഉപയോഗിച്ച് ഒരു നമ്പറിനെ റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, അനദർ 4 ബിറ്റ് ഉപയോഗിച്ച് ഒരു നമ്പറിനെ റെപ്രസെന്റ് ചെയ്യും. സോ 8 ബിറ്റ് ഉപയോഗിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് 0 to 9, then A to F. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. എനിവേ, സോ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്ന ഇത് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം ആണ്. 0 to F. എഫിന് 15 കറസ്പോണ്ടിങ് ആയിട്ട് F എന്നും 0 കറസ്പോണ്ടിങ് ആയിട്ട് 0 എന്ന് പറയും. സോ ഇതിനെ മാറ്റിയിട്ട് 0 to 9 വരെ റെപ്രസെന്റ് ചെയ്യും. 0 to 9 വരെ റെപ്രസെന്റ് ചെയ്യും. സോ 1001 ഇതിനാണ് 9 എന്ന് വിളിക്കുക. നെക്സ്റ്റ് ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നതാണ്. ഓക്കെ, സോ ആ അഡ്രസ്സിൽ 00 മുതൽ 99 വരെ നമുക്ക് ഇതിനെ അഡ്രസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഓരോ സെക്കൻഡ്സിലുമുള്ള ഈ ഡ്യൂറേഷനെ ഇങ്ങനെ സെക്ടേഴ്സ് ആയിട്ട് പറ്റും. അതിൽ മാക്സിമം സെക്ടേഴ്സ് പറ്റുന്നത് 99 സെക്ടർ അഡ്രസ് ആണ്. ഇൻഡിവിജ്വലി 99 ലൊക്കേഷൻസ് നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റും. ഓക്കെ, 99 പറ്റുമെങ്കിലും CD ഡ്രൈവില് അവർ മാനുഫാക്ചർ ചെയ്തിരിക്കുന്നതിന്റെ മാക്സിമം എന്ന് പറയുന്നത് 75 ആണെന്ന് തോന്നുന്നു. 75 അഡ്രസ് മാത്രമേ അതിനകത്ത് മാനുവലി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളൂ. Okay, so 60 ആണ് default 60 ആണ്, but you can extend to a maximum of 72 or 75. So it will be there in the coming slides. Okay, so എങ്ങനെയാണ് ട്രാക്കിലെ ഡാറ്റ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? എങ്ങനെയാണോ ഇയാളെന്നെ I don't know the name. കളർ ഡ്രസ് ഉള്ള അറിയില്ല. Okay, so what is happening here is entire data is distributed throughout the entire length of that spiral, and that spiral is divided into 60. Total spiral length is divided into 60 minutes. Each minute is divided into 60 seconds. Each seconds are divided into 60 sectors. Okay, that 60 you can extend to maximum of 72. ഓക്കെ, അപ്പോൾ 72 അതാണ് മാക്സിമം. ഡേറ്റ റൈറ്റ് ചെയ്യുമ്പോൾ ഡേറ്റക്ക് കൊളാപ്സ് ചെയ്ത് പോകാനുള്ള എറർ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. മാക്സിമം നമുക്ക് പണ്ട് കാലത്തൊക്കെ MP3 റൈറ്റ് ചെയ്യുന്ന സമയത്ത് പറ്റും. ഓക്കെ, അത് MP3 റൈറ്റ് ചെയ്യുന്നതിന് നമുക്ക് വാർണിംഗ് മെസ്സേജ് ഒക്കെ വരുമ്പോൾ ഡാറ്റ ലോസ് ഉണ്ടാകാൻ സാധ്യത എന്നൊക്കെ പറയും. ഓക്കെ, അത് അഡ്ജസ്റ്റ്മെന്റ് തിരികെ കയറ്റാന്ന് പറയില്ലേ, അടിച്ച് ചവിട്ടി ഒതുക്കി വെക്കുക, അതുപോലെ ചെയ്യുന്ന പ്രോസസ്സ്. ഓക്കെ, അങ്ങനെ സോ സേഫ് ആയിട്ട് 60 സെക്ടേഴ്സ് ആയിരിക്കും റൈറ്റ് ചെയ്യുന്നത്. മാക്സിമം നമുക്ക് 75 സെക്ടേഴ്സ് വരെ അതിനകത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. So instead of sectors, data is stored in linear blocks using along the track. Already നമ്മൾ പറഞ്ഞു, each block of data same length along the spiral regardless of its position on the disk to ensure the consistent data transfer speed. The motor adjusts its speed based on the location of the read head. What is this? Here also our unit is rotating. Our disk is rotating. Okay, so ഈ സ്പൈറൽ ഡിസ്കിലെ ഇന്നർ പോർഷനിലുള്ള സർക്കുലർ അതിന്റെ റേഡിയസിനേക്കാൾ കൂടുതലായിരിക്കും ഔട്ടർ സർഫസിലുള്ളത്. ഓക്കെ, സോ ഇന്നർ സർഫസിൽ നിന്ന് റീഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഈ ട്രാക്കിന്റെ ഡയമെൻഷൻ, ആംഗുലർ ഡയമെൻഷൻ കുറവാണ്. ആംഗുലർ ഡയമെൻഷൻ ഇന്നർ ട്രാക്കിന് കുറവാണ്. ഔട്ടർ സൈഡിലേക്ക് വരുമ്പോൾ
ആംഗുലർ ഡയമെൻഷൻ കൂടുതലാണ്. ഓക്കെ, സോ ആ നമ്മളുടെ ഹാർഡ്വെയർ അസംബ്ലി ഈ യൂണിറ്റ് എന്ന് പറയുന്നത് അതിന്റെ ലൊക്കേഷൻ അനുസരിച്ച് സ്പീഡിനെ അഡ്ജസ്റ്റ് ചെയ്യണം. സോ എന്ത് സ്പീഡാണ്? കോൺസ്റ്റന്റ് വെലോസിറ്റി ആണോ ലീനിയർ വെലോസിറ്റി ആണോ? എന്ത് സ്പീഡ് ആയിരിക്കണം? കോൺസ്റ്റന്റ് സ്പീഡ് ഓർ ലീനിയർ സ്പീഡ്? ഷുഡ് ബി ലീനിയർ സ്പീഡ്. സ്പീഡ് ലൊക്കേഷൻ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ലീനിയർ സ്പീഡ് ആയിരിക്കണം. കോൺസ്റ്റന്റ് സ്പീഡ് ആയി കഴിഞ്ഞാൽ ഇന്നർ ട്രാക്ക് ആയാലും ഔട്ടർ ട്രാക്ക് ആയാലും നമ്മൾ ഹാർഡ് ഡിസ്ക് ചെയ്തതുപോലെ ഒരൊറ്റ ഡേറ്റ റൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഒരൊറ്റ സൈസിലുള്ള ഡേറ്റ. സോ ദ മോട്ടോർ അസംബ്ലി വിൽ ബി ഡ്രൈവിംഗ് അറ്റ് എ ലീനിയർ വെലോസിറ്റി. ഓക്കെ, സോ ഇന്നർ ട്രാക്കിലെ സ്പീഡ് കൂടുതലായിരിക്കും, ഔട്ടർ ട്രാക്കിലെ സ്പീഡ് കുറവായിരിക്കും. So the outer tracks of the CD cover larger circumference already നമുക്കറിയാം. Since the data blocks are evenly spaced along the spiral, the blocks on the outer tracks take up a less angular space പറഞ്ഞു to maintain the constant read operation. Read speed, the disk slows down when reading in the outer tracks. അറിയാവുന്നതാണ്. Then optical capacity എന്ന് പറയുന്നത് CLB വർക്ക് ചെയ്യാം, CAB വർക്ക് ചെയ്യാം, ലീനിയർ വെലോസിറ്റിയിൽ വർക്ക് ചെയ്യാം. CD-ROM typically stores 270,000 blocks of data. ഓക്കെ, ഏറ്റവും കൂടുതൽ പറ്റുന്നതാണ് അത്രയും ബ്ലോക്സ്. ഈച്ച് ബ്ലോക്ക് സൈസ് ഈസ് 2352 bytes. ഹാർഡ് ഡിസ്കിലോ ഒരു ബ്ലോക്ക് എത്ര ബൈറ്റ്സ് ആണ്? ഹാർഡ് ഡിസ്കിലെ ഒരു ബ്ലോക്ക് എത്ര ബൈറ്റ്? 512 bytes. But here it is 2352. ഓക്കെ, സോ ഈ ഓരോ ബ്ലോക്കിലും നമ്മൾ ഹാർഡ് ഡിസ്കിൽ പറഞ്ഞതുപോലെ കംപ്ലീറ്റ് എന്തിനു വേണ്ടിയിട്ടല്ല യൂസ് ചെയ്യുന്നത്? ഡാറ്റയ്ക്ക് വേണ്ടിയിട്ടല്ല. There is header and footer to make it, to implement synchronization, to manage this sector address, second address and minute address. ഇതെല്ലാം ഓരോ ട്രാക്കിലും ഓരോന്നിനും സെയിം ലൈക്ക് ഇൻഡിവിജ്വൽ റൂംസ് ഇൻ ദിസ് ഡിപ്പാർട്ട്മെന്റ് ഈസ് നമ്പർഡ് വിത്ത് ദ റൂം നമ്പർ. അതുപോലെ ഇവിടെ എഴുതിയേ പറ്റും. അത് അറിയാം, ഡീഫോൾട്ട് ആണെന്ന് പറയാൻ പറ്റില്ല, അത് എഴുതണം. എന്നിലെ വേറൊരാൾക്ക് വരുമ്പോൾ അത് മനസ്സിലാക്കുള്ളൂ. ഓക്കെ, അതുപോലെ ഓരോ ട്രാക്കിന്റെയും ഓരോ സെക്ടറിലും അതിന് കറസ്പോണ്ടിങ് ആയ മിനിറ്റ് അഡ്രസ്സും സെക്കൻഡ് അഡ്രസ്സും സെക്ടർ അഡ്രസ്സും മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിനു വേണ്ടിയിട്ട് 16 bytes റിസർവ് ചെയ്യുന്നു. അതിനെ ഹെഡർ ഇൻഫർമേഷൻസ് എന്ന് പറയുന്നു. സോ 2352 2048 മാത്രമാണ് നമ്മളുടെ മെമ്മറി ഡാറ്റ എന്ന് പറയുന്നത്. നമ്മൾക്ക് യൂസബിൾ ആയിട്ടുള്ള ഡാറ്റ സ്റ്റോറേജിന് വേണ്ടി യൂസബിൾ ആയിട്ടുള്ളത് ഓരോ ബ്ലോക്കിലും 2048 ആണ്. 16 bytes are header information and 288 bytes are error correction and codes. എറർ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ റൈറ്റ് ചെയ്ത ഡേറ്റയും റീഡ് ചെയ്ത ഡേറ്റയും സെയിം ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഓരോ പ്രാവശ്യം ഓരോ ബ്ലോക്കും റീഡ് ചെയ്യുമ്പോൾ നമ്മളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതിന്റെ അസോസിയേറ്റഡ് ഹാർഡ്വെയറും ഇതിന്റെ ഡ്രൈവറും എല്ലാം അത് റേറ്റ് ചെയ്ത ഡേറ്റയും തന്നെയാണോ റീഡ് ചെയ്യുന്നത് ചെക്ക് ചെയ്യും. സോ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന രണ്ട് മെത്തേഡ്സ് ആണ് ECC, റീഡ് സോളമൻ. ECC, ഇറ്റ്സ് ആൻ അൽഗോരിതം. സോളമൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഡെവലപ്പ് ചെയ്ത ഒരു അൽഗോരിതമാണ്. ആ അൽഗോരിതത്തിന് വേണ്ടിയിട്ടുള്ള ഡേറ്റ നമ്മൾ ഓരോ സെക്ടറിലും റൈറ്റ് ചെയ്തിട്ടുണ്ടാകും. ഡേറ്റ സ്ക്രാച്ച് ഒക്കെ വീണ് കഴിഞ്ഞാലും ഓരോ CD ഡ്രൈവിൽ ഒരു സ്ക്രാച്ച് വീണ് കഴിഞ്ഞാൽ ആ സ്പൈറൽ ത്രൂ ഔട്ട് ഇറ്റ് അത് കട്ട് ചെയ്ത് പോവാണ്. എന്നാലും നമ്മൾക്ക് ഡേറ്റ റീഡ് ചെയ്യാൻ പറ്റും. ആ ഡേറ്റ റീഡ് ചെയ്യുന്നത് ഒരു ട്രാക്ക്, നമ്മളുടെ ഹെയർ സൈസിലുള്ള ട്രാക്ക് ആണെങ്കിലും അതിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്ന കമ്പ്യൂട്ടറിന്റെ ഡേറ്റ സ്റ്റോറേജ് നോക്കുമ്പോൾ നമ്പർ ഓഫ് ബ്ലോക്സ് ആണ് അവിടെ കറപ്റ്റഡ് ആവുന്നത്. അങ്ങനെ കറപ്റ്റഡ് ആയ ലൊക്കേഷനിൽ നിന്നും നമുക്ക് ഡേറ്റ റീഡ് ചെയ്യാൻ പറ്റുന്നത് ഈ ഹെഡർ ആൻഡ് ഫൂട്ടർ ഇൻഫർമേഷൻ ഉള്ളത് കൊണ്ടാണ്. അത് ഉപയോഗിച്ച് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് ഡേറ്റ കറക്റ്റ് ചെയ്ത ഡേറ്റയെ നമുക്ക് പറ്റുന്ന രീതിയിൽ റീഡ് ചെയ്യാൻ പറ്റും. സോ മാക്സിമം you will try to read that data. So അതിന് വേണ്ടിയിട്ട് 2088 error detection and correction, CRC ചെക്ക്, ECC, ERC ചെക്ക് എന്നെല്ലാം കൂടിയിട്ട് വേറെ കുറച്ച് അൽഗോരിതം, അദ്ദേഹത്തിന് അൽഗോരിതം ഡിഫറെന്റ് ആണ്. We don't want to study. Okay, so 2352 2048 ആണ് നമ്മുടെ ഡേറ്റ. 16 bytes header information, 288 for error corrections and codes. Error detection and correction. Error detection and error ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. എറർ ഉണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യും. രണ്ടിനുള്ള ഇൻഫർമേഷൻ ഓരോ ബ്ലോക്കിലും എഴുതിയിട്ടുണ്ട്. ഓക്കെ, സോ ആ ഡേറ്റ എന്ന് പറയുന്നത് നമ്മൾ റൈറ്റ് ചെയ്തിരിക്കുന്ന ഡേറ്റയ്ക്ക് അനുസരിച്ചാണ്. നമ്മൾ എന്താണോ അവിടെ ഡേറ്റ റൈറ്റ് ചെയ്യുന്നത് ആ ഡേറ്റയ്ക്ക് അസോസിയേറ്റ് ആയിട്ടാണ് കറക്ഷൻ കോഡ്സും ഡിറ്റക്ഷൻ കോഡ്സും ഇരിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇൻ ദി 16 bytes ഓഫ് ഡേറ്റ 3 byte പ്ലസ് 1 byte അങ്ങനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ടായിരിക്കും. 3 byte അഡ്രസ് ഇൻഫർമേഷൻ ആയിട്ടും 1 byte അതിന്റെ മോഡ് ഓഫ് ഓപ്പറേഷൻ ആയിട്ടും കോൺഫിഗർ ചെയ്തിട്ടുണ്ടാകും. സോ മോഡ് ഓഫ് ഓപ്പറേഷൻ CD ഡ്രൈവിനെ ഡിഫറെന്റ് മോഡ്സിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. മോഡ് 1, മോഡ് 2 ആൻഡ് മോഡ് ജനറൽ മോഡ്. ഡിഫറെന്റ് മോഡ്സ് ഉണ്ട്.
ഓക്കെ, സോ ഈ മോഡ് ഇൻഫർമേഷൻ എന്ത് മോഡിലാണ് അത് വർക്ക് ചെയ്യുന്നത്, അത് CRC ചെക്കിംഗ് ഉള്ളതാണോ, എറർ ഡിറ്റക്ഷൻ കറക്ഷൻ കോഡ് ഉള്ളതാണോ, അത് അങ്ങനെയുള്ള ഇൻഫർമേഷൻ ആണ് മോഡ് 1 എന്ന് പറയുന്നത്. എറർ കറക്ഷൻ ഡിറ്റക്ഷൻ കോഡ്സ് ഇല്ലാത്തതായിട്ട് വർക്ക് ചെയ്യും. മാക്സിമം ഡേറ്റ നമ്മൾ അടിച്ചു കയറ്റണം, അങ്ങനെയുള്ള കേസിൽ അതൊക്കെ ഒഴിവാക്കും. ഓക്കെ, സോ അങ്ങനെയുള്ള മോഡ് ഏതാണ് എന്നുള്ള ഇൻഫർമേഷൻ 16 ബൈറ്റ്സിൽ ഒരെണ്ണം അതായിരിക്കും. ഓക്കെ, സോ അതാണ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. സോ 16 ബൈറ്റ്സിൽ 12 ബൈറ്റ്സ് ആണ് സ്റ്റാർട്ടിംഗ് അഡ്രസ്. അതായത് ഏതൊക്കെയാണ് അഡ്രസ്, എവിടെയൊക്കെയാണ്, മിനിറ്റ്, സെക്കൻഡ്സ് ആൻഡ് സെക്ടർ. ഈ അഡ്രസ് കീപ്പ് ചെയ്യാനായിട്ട് 12 ബൈറ്റ്സ്. 4 ബൈറ്റ്സ് ഫോർ ബ്ലോക്ക് ഐഡന്റിഫിക്കേഷൻ. ഓക്കെ, ആ 12ൽ തന്നെ 3 എണ്ണം ആൻഡ് 1 ഒരെണ്ണം മോഡിന് വേണ്ടിയിട്ട്. എറർ കറക്ഷന് വേണ്ടിയിട്ടും 288. അതിൽ യൂസസ് ക്രോസ് ഇന്റർലീവ്ഡ് റീഡ് സോളമൻ എറർ കറക്ഷൻ കോഡ്. ജസ്റ്റ് പേര് മാത്രം പഠിച്ചാൽ മതി. ക്യാൻ ഡിറ്റക്ട് ദ എറേഴ്സ് ആൻഡ് കറക്റ്റ് ഇറ്റ്, പ്രൊട്ടക്ട് അഗൈൻസ്റ്റ് ഐസൊലേറ്റഡ് ബിറ്റ്സ് ആൻഡ് എറേഴ്സ്. സോ ഈച്ച് ബ്ലോക്ക് ആൻഡ് റോഡ് ഹാസ് 4 ബൈറ്റ് ഐഡന്റിഫിക്കേഷൻ കോഡ്. നമ്മളിവിടെ പറഞ്ഞ ഈ 4 ബൈറ്റ് ഐഡന്റിഫിക്കേഷൻ കോഡ് എന്ന് പറയും. ഈ ഐഡന്റിഫിക്കേഷൻ കോഡ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടാണ് നമ്മൾ ഹാർഡ് ഡിസ്ക് CD ഡ്രൈവിന്റെ ഡ്രൈവിങ്ങിന്റെ ഡേറ്റ റീഡ് ചെയ്ത് പോകുന്നത്. സോ ഒരു ബ്ലോക്ക് കൂടെ തുടങ്ങി, അടുത്ത ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്തു. ഓരോ ബ്ലോക്കിന്റെയും സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഹെഡർ ഉണ്ട്, ഫ്ലൂട്ടർ ഉണ്ട്, ഹെഡർ ഉണ്ട്, ഫ്ലൂട്ടർ ഉണ്ട്. ഓക്കെ, സോ കമ്പ്യൂട്ടറിലേക്ക് വരുന്ന ഡാറ്റ അല്ലെങ്കിൽ ഇതിന്റെ ഡ്രൈവറിലേക്ക് വരുന്ന ഡാറ്റ ഇറ്റ് ഈസ് ലൈക്ക് 101010101100 ഏതോ ഒരു ഓർഡറിൽ ചുമ്മാ ബൈനറി ഡാറ്റ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇറ്റ്സ് നോട്ട് നോ which is the real data, which is the header, which is the footer. ഓക്കെ, സോ ഹെഡർ ആണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റന്റ് ഡാറ്റ എല്ലാ സെക്ടറിലും കോമൺ ആയിട്ട് ഒരു കോൺസ്റ്റന്റ് ഡാറ്റ റൈറ്റ് ചെയ്യും. അതാണ് ഈ 12 ബൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് വിൽ ബൈ ലൈക്ക് 00 then FF FF FF. ഓക്കെ, FF എന്ന് പറഞ്ഞാൽ എല്ലാം വൺസ്, 80 then കുറേ വൺസ്, വീണ്ടും 80. അങ്ങനെ ഒരു പാറ്റേൺ കിട്ടി. ഫോർ എക്സാമ്പിൾ അങ്ങനെ ഒരു പാറ്റേൺ കിട്ടി കഴിയുമ്പോൾ റീഡ് ചെയ്യുന്ന യൂണിറ്റ് മനസ്സിലാകും ഇറ്റ്സ് എ ബിഗിനിങ് ഓഫ് എ ന്യൂ ബ്ലോക്ക്. ഇറ്റ് ഈസ് ദെൻ ഐഡന്റിഫിക്കേഷൻ. ഓക്കെ, സോ അതിനാണ് നമ്മൾ ഐഡന്റിഫിക്കേഷൻ ഡാറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ 4 ബൈറ്റ്സിൽ 3 എണ്ണം അഡ്രസ്സിന് വേണ്ടിയിട്ട്. അതിൽ 3 എണ്ണത്തിൽ 1 ബൈറ്റ് മിനിറ്റ് ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്, 1 ബൈറ്റ് സെക്കൻഡ് ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്, 1 ബൈറ്റ് സെക്ടർ അറിയാൻ വേണ്ടിയിട്ട്. സെക്ടർ 0 to 75 സെക്ടർ ആണുള്ളത്. ഞാൻ പറഞ്ഞു 0 to 74 ആണ് എൻ്റെ അഡ്രസ്സ്. സെക്കൻഡ് അഡ്രസ്സ് 0 to 59 ആണ്. മിനിറ്റ് അഡ്രസ് 0 to 59 ആണ്. സോ ഓരോ ലൊക്കേഷനും നമുക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് അഡ്രസ് ഉണ്ട്. സോ ഒരു മൂവി അല്ലെങ്കിൽ ഒരു സോങ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഏത് സെക്ടർ ആണെന്ന്, ഏത് മിനിറ്റിലാണെന്ന് ആദ്യമായിട്ട് മനസ്സിലാക്കും. അതിൽ തന്നെ ഏത് സെക്ടറിലാണെന്ന് ഏത് സെക്കൻഡിലാണെന്ന് മനസ്സിലാക്കും. സെക്കൻഡിൽ ഏത് സെക്ടർ ആണെന്ന് മനസ്സിലാക്കും. ആൻഡ് ദെൻ നാവിഗേറ്റ് ടു ദാറ്റ് ലൊക്കേഷൻ. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ ഡ്രൈവ് കറങ്ങും ലൊക്കേഷൻ. അതുകൊണ്ടാണ് പണ്ടത്തെ കമ്പ്യൂട്ടറിലൊക്കെ CD ഡ്രൈവ് നമ്മൾ പറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അവിടുന്ന് മോട്ടർ വർക്ക് ചെയ്യുന്ന സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. ഇറ്റ്സ് ഫൈൻഡിങ് ദാറ്റ് ലൊക്കേഷൻ. Okay, so that is about the CD drive. 4th byte mode ആണ് mode 1. സ്റ്റാൻഡേർഡ് ഡാറ്റ മോഡ് ഇൻക്ലൂഡ്സ് എറർ കറക്ഷൻ കോഡ്സ് ഒക്കെ ഉള്ളത്. ദെൻ മോഡ് 2 ഉണ്ട്, എറർ കറക്ഷൻ കോഡ്സ് ഇല്ലാത്തത്. ജനറൽ മോഡ്സ് ആയിട്ട് വേറൊരു മോഡ്. 3 മോഡ്സ് ഓഫ് ഓപ്പറേഷൻസ് ആണുള്ളത്. ദെൻ CD ഡ്രൈവിൽ ഡാറ്റ റൈറ്റ് ചെയ്യുന്നത്, ഒരു CD നമ്മൾ വാങ്ങി കഴിയുമ്പോൾ അതൊരു പ്ലെയിൻ മാഗ്നറ്റിക് ഒരു ലേസർ ഒരു ലൈറ്റിംഗ് പ്രോപ്പർട്ടി ഉള്ള ഒരു മീഡിയം ആയിരിക്കും, ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു മീഡിയം ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ റൈറ്റ് ചെയ്തതിനു ശേഷം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ റൈറ്റ് ചെയ്ത പാർട്ടിൽ വേറൊരു കളർ ചേഞ്ചും റൈറ്റ് ചെയ്യാത്തത്. അതായത് നമുക്ക് റൈറ്റ് ചെയ്ത പോർഷനും റൈറ്റ് ചെയ്യാത്ത പോർഷനും ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ സംതിങ് ഹാപ്പനിങ് ഈസ് ഓൺ ദ ഡിസ്ക് പ്ലെയിൻ വൈൽ വി ആർ റൈറ്റിംഗ് വിത്ത് ഡേറ്റ. ഓക്കെ, സോ എന്താണ് നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വി ആർ റൈറ്റിംഗ് വിത്ത് വൺസ് ആൻഡ് സീറോസ്. ഓക്കെ, സോ 1 ആണെങ്കിൽ സപ്പോസ് ഫോർ എക്സാമ്പിൾ ഇറ്റ് വിൽ ക്രിയേറ്റ്സ് എ ചെറിയൊരു സ്പോട്ട്. 1 ആണെങ്കിൽ ഒരു സ്പോട്ട് അവിടെ ക്രിയേറ്റ് ചെയ്യും. സോ മീൻസ് വി ആർ പ്രൊജക്ടിങ് വിത്ത് എ ലേസർ ബീം. ഓക്കെ, സോ ആ സ്പോട്ട് 1 ആണ് നമ്മൾ റൈറ്റ് ചെയ്യുമ്പോൾ അവിടേക്ക് ഒരു സ്പോട്ട് വന്നു. അല്ലാത്ത കേസിൽ അവിടെ വാട്ട് യു സേ പ്ലെയിൻ. സോ സീറോസ് കറസ്പോണ്ടിങ് ആയിട്ട് അത് ജസ്റ്റ് ഫോർ അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, ഇത് ഏത് വേണമെങ്കിലും ആകാം. സോ 1 ആണെങ്കിൽ ഒരു ജസ്റ്റ് ലൈക്ക് ഹോൾ. ഓക്കെ, അതിനെ വിളിക്കുന്ന പേര് പിറ്റ് എന്നാണ്. പിറ്റ്, PIT. ഓക്കെ, ഓർ 0 ആണെങ്കിൽ ലാൻഡ്, നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, സോ വൺസ് ആൻഡ് സീറോസിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് ലേസർ ബീം ഡിഫറെന്റ് ട്രാക്ക് ആൻഡ് പൊസിഷൻസിൽ വന്നിട്ട് ഇതുപോലെ പിറ്റ്സ് ആൻഡ് ലാൻഡ് ക്രിയേറ്റ് ചെയ്യും. സോ അതാണ് നമ്മളുടെ ഡേറ്റ റൈറ്റ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ദെൻ ലേസർ ഡിറ്റക്ടർ ഉപയോഗിച്ച് റീഡ് ചെയ്യുമ്പോൾ ലേസർ പൾസിനെ അങ്ങോട്ട് സെൻഡ് ചെയ്യും. അവിടെ പോയിട്ട് റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു വരും. റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു വരുമ്പോൾ പിറ്റിൽ നിന്ന് വരുന്ന ഇൻഫർമേഷനും ലാൻഡിൽ നിന്ന് വരുന്ന ഇൻഫർമേഷനും രണ്ടും 2 രീതിയിലായിരിക്കും, 2 ഇന്റൻസിറ്റി ആയിരിക്കും. സോ പിറ്റിൽ നിന്നുള്ളതാണോ ലാൻഡിൽ നിന്നുള്ളതാണോ എന്ന് ആ ഹാർഡ്വെയർ യൂണിറ്റ് മനസ്സിലാകും. അത് മനസ്സിലാകുമ്പോൾ പിറ്റിൽ നിന്നുള്ളതാണെങ്കിൽ അത് 0 ആണെന്ന് അസ്യൂം ചെയ്യും, ലാൻഡിൽ നിന്നുള്ളതാണെങ്കിൽ അത് 1 ആണെന്ന് അസ്യൂം ചെയ്യും.
So that is what is the working principle or operating principle of CD drives. So അതാണ് CD drive എന്ന് പറയുന്നത്. Already okay, പറഞ്ഞു detects these reflections and converts to ones and zeros. Already ഞാൻ പറഞ്ഞു കഴിഞ്ഞു. Then CD drive പോലെ തന്നെയുള്ള യൂണിറ്റ് തന്നെയാണ് DVD, ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക് എന്ന് പറയുന്നത്. എല്ലാറ്റിൻ്റെയും വർക്കിംഗ് പ്രിൻസിപ്പിളും ടെക്നോളജിയും സെയിം ആണ്. ഈസ് കപ്പാസിറ്റി കൂടുതലാണ്. ഒരു ലേസർ ടെക്നോളജിയിലുള്ള ഡിഫറൻസ് മാത്രമാണ് സി ഡിയിലും ഡി വി ഡിയിലും ഉള്ളത്. ഓക്കെ, ആ തിക്നെസ് വളരെ സ്പോട്ടിന്റെ ഡയമെൻഷൻസ് കുറച്ച് കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ മൈന്യൂട്ട് ആയിട്ടുള്ള ബീംസ് ആയിരിക്കും നമ്മളുടെ ഡി വി ഡിയിലുള്ളത് കമ്പയർഡ് ടു സി ഡി. ഓക്കെ, സോ കൂടുതൽ ഏരിയയിലേക്ക് ഡാറ്റ റൈറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഡി വി ഡി അഡ്വാൻറ്റേജ്. ആൻഡ് ദ കപ്പാസിറ്റി ഈസ് അപ് ടു വാട്ട്സ് ദ കപ്പാസിറ്റി ഓഫ് ഡി വി ഡി? It's like around 4.7 GB, right? And for the CD it is 700 MB. No, 700 to 800 MB. Okay, so it's technology, everything is same, only that laser beam and associated unit is different. Okay, and coming to the Blu-ray disc, again same technology, same principle ആണ് വർക്ക് ചെയ്യുന്നത്, but that laser is advanced laser beams ആയിരിക്കും യൂസ് ചെയ്യുന്നത്. Capacity can improve up to, expands up to 50 gigabytes. Okay, so this is about what you call memory, secondary memories in the computer hardware. And here is a slides, you can compare the hard disk and the optical disk, the comparisons, those we discussed, advantages and disadvantages. So you just go through and collect points and write exam. So by the way,